എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 4 മോർണിംഗ് പ്രയറാണ് വാരാഹി പൂജയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് പ്രയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ മന്ത്രങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. വാരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ന്യൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. വാരാഹി അമ്മ ആരാണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ലൈക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ വാരാഹി ദേവി എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളും അതുപോലെ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മനസ്സുരുകി അല്ലെങ്കിൽ മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവ് വാരാഹി ദേവിക്കുണ്ട്. വളരെ 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 പവർഫുള്ളാണ്. ഞാനടക്കം ഒരുപാട് വിഷമങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് എനിക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. സോ അപ്പം ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഒരുപാട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്നെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളിലൂടെ എന്നെ കരകയറ്റിയ ഒരു അല്ലെങ്കിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ വാരാഹി അമ്മയെ കാണുന്നു. ഒരുപാട് രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതുകൊണ്ട് തന്നെയും എനിക്ക് ഒരു പ്രത്യേക ഒരു വിശ്വാസമാണ് വാരാഹി അമ്മയോട്. വാരാഹി അമ്മ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ നന്നാവണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഫലം എന്നാണ്. എല്ലാവരും നന്നായിക്കോട്ടെ എന്ന് വേണം നമ്മൾ ആഗ്രഹിക്കാൻ, അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യരുത്. അത് നമ്മൾ ഉള്ളു തുറന്ന് തന്നെ ആ രീതിയിൽ പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് ഏറ്റവും വേഗത്തിൽ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് ഞാൻ പറയുന്നത്. വാരാഹി ദേവി എല്ലാവർക്കും അറിയാം. വാരാഹി ദേവി എന്ന് പറയുന്നത് ഈ മൃഗരൂപം പൂണ്ട ദേവി ഭയങ്കര പവർഫുള്ളാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഗണപതി ഭഗവാൻ, വിഘ്നേശ്വരൻ അല്ലേ, ആനയുടെ തലയോട് കൂടിയവനാണ്. എന്നാൽ അദ്ദേഹത്തിനെ നമ്മൾ ഒരു കാര്യം തുടങ്ങി വെക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വഴിപാട് നമ്മൾ ചെയ്യും അല്ലേ, ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ എന്തെങ്കിലും ഒരു പൂജ നമ്മൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു ശുഭമുഹൂർത്തം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഒരു സർജറിയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ഭക്തയാണ്, വാരാഹി ഭക്തയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട്. ഗണപതി ഭഗവാന്റെ പഴവങ്ങാടി, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു വലിയൊരു ഗണപതി പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, ഒരു അമ്പലമുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഏത് ഗണപതി ക്ഷേത്രമായാലും എനിക്ക് വിശ്വാസം തന്നെയാണ്. ദൈവം ഒന്നാണല്ലോ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ മോൻ്റെ സർജറി, 1.5 വയസ്സിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് നിന്നും എന്നെ രക്ഷിച്ചത് ഗണപതി ഭഗവാനാണ്. അപ്പം ഞാനത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേജിലായിരുന്നു. ആ ഒരു സ്റ്റേജിൽ സർജറി വേണം തന്നെയായിരുന്നു. നമ്മൾ മാറ്റി ഓരോ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അവർ സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ബാംഗ്ലൂർ അപ്പോളോയിൽ കാണിച്ചു. അപ്പോൾ അവിടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് സർജറി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ടൈം പീരീഡ് വരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി 2 വയസ്സിൽ അപ്പോളോയിൽ പോയിട്ട് ഇതുപോലെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും സർജൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ശരീരത്ത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ കുട്ടീൻ്റെ ശരീരത്തിൽ ഇനി ഒരു ബ്ലേഡ് വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. ആ ഒരു കുട്ടീൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പം അത്രയും
സർജറി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ആ ഡോക്ടർ സർജറി വേണ്ട എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും എന്താ പറയുക, ഭയങ്കര ശക്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, നേർച്ചയൊക്കെ ചെയ്തു. എനിക്കിപ്പോഴും വിശ്വാസമാണ് പല കാര്യങ്ങളും. വാരാഹി അമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ വാരാഹി അമ്മയുടെ ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരു ഭക്തയാണ്. അപ്പോൾ ഞാൻ വലിയ പൂജകളൊന്നും ചെയ്ത് അങ്ങനെയല്ല ഞാൻ ശരിക്കും എൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വലിയ പൂജകൾ അങ്ങനെയല്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലെ പൂജയാണെങ്കിൽ പോലും അത് എഫക്റ്റീവായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാര്യം എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ നടന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസമല്ലേ ആദ്യം വേണ്ടത്. വിശ്വാസമില്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം പോയി ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലേ. വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. വാരാഹി അമ്മയുടെ പൂജ, ഈ ഒരു 21 ദിവസത്തെ പൂജ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും പവർഫുള്ളാണ്. വാരാഹി അമ്മയുടെ പൂജ എന്ന് പറയുന്നത് രാവിലെയും ഈവനിങ്ങുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും അത് അത്രയും പവർഫുള്ളാണ്. ആ ഒരു പൂജയിലേക്ക് ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ, വിഷമങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, പേര്, അതുപോലെ നിങ്ങളുടെ നക്ഷത്രം, അതുപോലെ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഉൾപ്പെടുത്താൻ പറ്റും പ്രാർത്ഥനയിൽ. ഓക്കെ, അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം മുന്നോട്ട് വരിക, അതെൻ്റെ റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് അവിശ്വാസികൾ ഇതിനകത്ത് കയറി വേണ്ടാത്ത കമൻറ്റ് ചെയ്യരുത്. ഇതുവരെയും ഈ ചാനലിൽ അങ്ങനെ മോശമായിട്ടുള്ള കമൻറ്റുകൾ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ 1-2 പേര് ഈ പറഞ്ഞ പോലെ അവിശ്വാസികളായിരിക്കാം. അവർ പറയാത്ത കാര്യം പറഞ്ഞു എന്നാക്കി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ എനിക്കറിയാം 100% ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ ഒരു ഞാൻ പറഞ്ഞു ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം. എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മാക്സിമം നമുക്ക് പറ്റുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അന്യദേശത്തൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ വന്നിരുന്ന് അവരെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളിൽ വന്നെത്തി നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ ആളുകൾ കാണില്ല. ചിലപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ അമേരിക്കയിലാണ്, അയാൾക്ക് അവിടെ വർക്ക് സ്ട്രെസ് കാണും. എന്തെന്നില്ലാതെ അയാൾ ഹാപ്പി ആയിരിക്കുമോ? അയാൾ ഹാപ്പി ആയിരിക്കും, ബിക്കോസ് അയാൾക്ക് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു സാലറി അല്ലെങ്കിൽ നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവും. ബട്ട് ചിലപ്പോൾ അയാൾക്ക് അയാളുടെ പാരൻസിനെ വിട്ടിട്ടുള്ള ആ ഒരു വിഷമമായിരിക്കും. പല രീതിയിലുള്ള വിഷമം, കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ആയിട്ടൊരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതൊരു സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്ട്രെസ് തന്നെയാണ്. അന്യനാട്ടിൽ ഫാമിലിനെയൊക്കെ വിട്ട് നിൽക്കുന്നവർക്ക് ഒരു സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഉപയോഗപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും അവർക്ക്. അതനുസരിച്ച് അവർക്ക് വീഡിയോ കാണാൻ പറ്റും. പിന്നെ വാരാഹി ദേവി അറിയാത്തവരും കാണുമല്ലോ, അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. ആ ഒരു മന്ത്രം ജപിക്കാനുള്ള രീതികൾ ചിലപ്പോൾ അറിയാത്തവരായിരിക്കാം. അതുകൊണ്ട് ഈ പറയുന്നത് ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ സോഫാർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറേ പഴയതായിരുന്നു. അന്നേരം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ എനിക്ക് മാറി കിട്ടിയ സമയത്തുള്ള കാര്യങ്ങൾ ആ ഒരു ഇതനുസരിച്ച് എനിക്ക് ദൈവികമായ രീതിയിൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ ചാനലെന്ന് എൻ്റെ ഉള്ളിലിങ്ങനെ തോന്നി. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെന്നേ ഉള്ളൂ ഈ ചാനൽ. പക്ഷെ ഭയങ്കര റീച്ചായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് കുറേ ഉപകാരങ്ങൾ അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ട്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് പറയാം. 21 ദിവസം 21 തവണ ജപിക്കാനുള്ള മന്ത്രമാണ്. എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ഈ വീഡിയോസിന് താഴെയും പേരും നാളും പർപ്പസും അയയ്ക്കുക. മോർണിംഗ് പ്രെയറാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത വീഡിയോസ് എല്ലാം ഞാൻ അതിനകത്ത് കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഏതാ മന്ത്രം എന്ന് പറയാം. ഓം അന്ധേ അന്ധിന്യേ നമഃ. ഓം രുംധേ രുംധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ.
ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ നമഃ. ഓം സ്തംഭേ സ്തംഭിന്യൈ നമഃ. ഓം ദേവേശ്യൈ നമഃ. ഓം അന്ധേ അന്ധിന്യൈ നമഃ. ഓം രുന്ധേ രുന്ധിന്യൈ നമഃ. ഓം ജംഭേ ജംഭിന്യൈ നമഃ. ഓം മോഹേ മോഹിന്യൈ